മലനട അമ്പലത്തിൽ കൊടിയേറി ഉത്സവവും കഴിഞ്ഞ് കൊടി ഇറങ്ങാറായി കേട്ടോ. പക്ഷെ തൊട്ടടുത്ത് കിടക്കുന്ന ഞാൻ ഇതുവരെ തൊഴുതിട്ടില്ല കേട്ടോ. എല്ലാ ദിവസവും രാത്രി ഞാനും പിള്ളേരൊക്കെ വരുമായിരുന്നു. പക്ഷെ തൊഴാൻ പറ്റാത്തതിൻ്റെ കാരണം ഒടുക്കത്തെ തിരക്കായിരുന്നു കേട്ടോ. ഒരു ദിവസം അകത്ത് പോയാൽ കയറിയതാണ്, പക്ഷെ തൊഴാൻ പറ്റിയില്ല. ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ ഇവിടെ ഒരു കാര്യമുണ്ട്, മീനമാസം ആദ്യത്തെ വെള്ളി കൊടിയേറി രണ്ടാമത്തെ വെള്ളി മലക്കുട മഹോത്സവം ആഘോഷിച്ചിട്ട് മൂന്നാമത്തെ വെള്ളിയാണ് കൊടി ഇറങ്ങുന്നത് കേട്ടോ. കണക്ക് പ്രകാരം ഈ വരുന്ന വെള്ളിയാഴ്ചയാണ് കൊടി ഇറങ്ങുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് തൊഴാനായിട്ട്. അപ്പോൾ ഞാനും ലച്ചും കൂടെ രാവിലെ അമ്പലത്തിൽ പോയി തൊഴുതിട്ടൊക്കെ വന്നപ്പോൾ ഉണ്ട് അമ്മ ദാണ്ട് ചക്ക ഇളക്കിക്കൊണ്ടിരിക്കുന്നത് രാവിലെ കേട്ടോ. രാവിലെ ചക്കയും കഞ്ഞിയാണ്. വരുന്ന വഴിക്ക് മീനും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടാകുന്ന കേട്ടോ. സ്വല്പം താമസിച്ചിട്ടുണ്ട് വന്നപ്പോഴത്തേക്കും. ലച്ചു വന്ന പാടെ ഡ്രസ്സ് പോലും മാറാതാണ്ട് പ്ലേറ്റും ഒക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ. വിശന്ന് കുടൽ കരിയുന്നെന്നും പറഞ്ഞിട്ട്. ഇത് നമ്മുടെ രാവിലെ തന്നെ ചക്ക ഇപ്രാവശ്യം വിളഞ്ഞ് കിട്ടിയത് ഇപ്പോഴാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യമായിട്ട് കഴിക്കുന്നുണ്ടായിരിക്കാം, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അമ്മ ചക്കയൊക്കെ വേവിച്ച് ഉണ്ടമുളകും ഉള്ളിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ലച്ചുവിന് ഈ വക കാര്യങ്ങളൊക്കെ ഇഷ്ടം കേട്ടോ. പക്ഷേ ആഷ്മി അടുക്കത്തില്ല ഈ വക സാധനങ്ങൾ. ചക്കയും മീനൊക്കെ കഴിക്കും, പക്ഷേ അത് രാവിലെ ഇതൊന്നും ഇഷ്ടമല്ല, ഉച്ചയായിട്ടേ കഴിക്കത്തുള്ളൂ കേട്ടോ. രാവിലെ അങ്ങോട്ട് തോണ്ടലിൽ പോയി ഇടിയപ്പമൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. ഇനിയിപ്പം 3 ദിവസത്തേക്ക് ഞങ്ങൾക്ക് റേഷൻ കട അവധിയാണ് കേട്ടോ. അപ്പോൾ സ്വാഭാവികം ദുഃഖവെള്ളി ഇത്, പിന്നെ മാർച്ച് 31 നമ്മുടെ കട ക്ലോസ് ചെയ്യുന്ന ദിവസം, പിന്നെ പിറ്റേന്ന് 1-ാം തീയതി നമുക്കില്ല കേട്ടോ. അങ്ങനെ 3 ദിവസം നമുക്ക് അവധിയാണ്. ആഷ്മിക്ക് രാവിലെ എഴുന്നേറ്റിട്ട് ഒരു പനിക്കോളുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങളുടെ അമ്പലത്തിൽ വരാഞ്ഞത്. അവൾ പിന്നെ നേരത്തെ പോയി തൊഴുതതാണ്. ഞങ്ങളുടെ കൂടെ വരണമെന്ന് പറഞ്ഞ് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞായിരുന്നു. പിന്നെ വെയിലായപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ വെയിൽ കൊള്ളണ്ട, ഒച്ചയൊക്കെ അങ്ങ് അടച്ചായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ ദിവസം കൊണ്ട് അമ്പലത്തിലൊക്കെ പോയി ഐസ്ക്രീമൊക്കെ കഴിക്കാമല്ലേ, അപ്പോൾ അതിൻ്റെ ആയിരിക്കും. അങ്ങനെ രാവിലെ ചക്കയും കഞ്ഞിയും മുളക് ഉടച്ചതൊക്കെ കൂട്ടി നല്ല സൂപ്പർ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇനിയിപ്പം 3 ദിവസം ഇങ്ങനെയൊക്കെ തന്നെ അവധിയല്ലേ എല്ലാവർക്കും.